Hello my dear friends, welcome back to my YouTube channel Friendly Teacher. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ S1ൻ്റെ എക്സാമൊക്കെ വളരെ മനോഹരമായി തന്നെ നടന്നു. ഇനി നമുക്ക് S2 പോർഷൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് പേര് S2 പോർഷൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ S2യുടെ ഓരോ ചാപ്റ്റേഴ്സ് വീതം ഓരോ സബ്ജക്റ്റും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് S2യുടെ കെമിസ്ട്രി പോർഷൻസുമായിട്ടാണ്. കെമിസ്ട്രി നമ്മുടെ മൊഡ്യൂൾ 4 ബയോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി സബ്ജക്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ S2 എക്സാം ഡിസംബർ ലാസ്റ്റോട് കൂടി കാണുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഏകദേശം പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ബയോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ബയോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് മെറ്റൽസ്, ബയോളജിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന മെറ്റൽസിനെയും നോൺ മെറ്റൽസിൻ്റെയും റോളിനെ പറ്റി ഡീൽ ചെയ്യുന്ന ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ്, കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, എൻസൈമാറ്റിക് ആക്ഷൻസ് ഇതെല്ലാം തന്നെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന പ്രോസസ്സുകളാണ്. ഇനി ഈ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഒരു മേജർ കമ്പോണൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആദ്യമേ ഫസ്റ്റ് കമ്പോണൻറ്റ്, 2 കമ്പോണൻ്റാണുള്ളത്. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് നാച്ചുറലി ഒക്കറിങ് ഇനോർഗാനിക് എലമെൻറ്റ്സ് ഇൻ ബയോളജിക്കൽ മെത്തേഡ്. ബയോളജിക്കൽ മെത്തേഡ് വഴി നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഇനോർഗാനിക് എലമെൻറ്റ്സിനെ പറ്റിയുള്ള സ്റ്റഡീസ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇനോർഗാനിക് എലമെൻറ്റ്സ് ഇൻ ഡ്രഗ്സ് ആൻഡ് അതർ ഡ്രഗ്സ്. അതായത് നമ്മുടെ ഡ്രഗ്സിലൊക്കെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇത്തരത്തിലുള്ള എലമെൻറ്റ്സിനെ ഡ്രഗ്സിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനായിട്ട് പറഞ്ഞു തരുന്നതാണ്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനോർഗാനിക് മോഡൽ ബിഹേവിയറൽ സ്റ്റഡിയാണ് നമ്മുടെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നടക്കുന്നത്. ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, ടോക്സിസിറ്റി, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് ഇതെല്ലാം തന്നെ ഈ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നതുണ്ട്. അതായത് ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, ടോക്സിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് ഇതിനെപ്പറ്റിയൊക്കെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ടൈപ്സ് ഓഫ് റിയാക്ഷനാണ് ഈ കെമിസ്ട്രിയിൽ ആദ്യം ഇൻവോൾവ് ചെയ്യാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ചെയ്യുന്നത്. അതായത് അനബോളിക് റിയാക്ഷനും കാറ്റബോളിക് റിയാക്ഷനും നമ്മൾ മുന്നേ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അനബോളിക് ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻ ഇതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ അനബോളിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള CO2, H2O ഇവയൊക്കെ കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്നു. അതായത് സ്റ്റാർച്ച് പോലുള്ള കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്നു. അതായത് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ് അനബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് റിയാക്ഷനൊക്കെ ഒരു അനബോളിക് റിയാക്ഷൻ എക്സാമ്പിളാണ്. അതായത് സൺലൈറ്റിൽ നിന്ന് എനർജി റിക്വയർ ചെയ്തതിന് ശേഷമാണ് ഇത് സ്റ്റാർച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു അനബോളിക് റിയാക്ഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ 1 മാർക്കിന് അനബോളിക് റിയാക്ഷൻ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ അനബോളിക് റിയാക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കാറ്റബോളിക് റിയാക്ഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് മോളിക്യൂൾസ്, അതായത് സ്റ്റാർച്ച് പോലെയൊക്കെയുള്ള കോംപ്ലക്സ് മോളിക്യൂൾസ് ഡീകമ്പോസ് ചെയ്ത് സിമ്പിൾ മോളിക്യൂളായിട്ടുള്ള വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടാകുന്നു. ഇവിടെ ഒരു എനർജി റിലീസ് കൂടി ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള റിയാക്ഷനാണ് കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ദ റിയാക്ഷൻ ആർ മെയ്ഡ് പോസിബിളി ബൈ കോംപ്ലക്സ് ബയോകെമിക്കൽ സിസ്റ്റംസ് കണ്ടെയ്നിങ് മെറ്റാലിക് അയോൺസ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് നടക്കണമെങ്കിൽ മെറ്റാലിക് അയോൺസ് പോലത്തെ കോംപ്ലക്സ് കമ്പോണൻ്റുള്ള സിസ്റ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്ന റിയാക്ഷൻസ് നടന്നിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് മെറ്റാലിക് അയോൺസ്, അത്തരത്തിലുള്ള മെറ്റാലിക് അയോൺസിൻ്റെ റിയാക്ഷൻസും കുറച്ച് മെറ്റൽസിൻ്റെ ആക്ഷൻസും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. അതിൽ അനബോളിക്കും കാറ്റബോളിക് റിയാക്ഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ആണ് നമുക്ക് ഓരോ മെറ്റൽസിനെ പറ്റിയും പഠിക്കാനുള്ളത്. അതായത് മെറ്റലോ പോർഫിറിൻസ്, അതുപോലെ തന്നെ സൈറ്റോക്രോംസ്, ക്ലോറോഫിൽ, പിന്നെ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ ഒരു വലിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കുറച്ച് മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യം എന്ന് പറയുന്നത് മെറ്റലോ പോർഫിറിൻസ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ക്ലാസ് ഓഫ് മെറ്റൽ കണ്ടെയ്നിങ് കോംപ്ലക്സ് ആണ്. അതായത് മെറ്റൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ് ഈ മെറ്റലോ പോർഫിറിൻസ് എന്ന് പറയുന്നത്. അതായത് മെറ്റലോ പോർഫിറിൻസ് എന്ന് പറയുന്നത് ലിവിങ് സിസ്റ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്ലാസ് ഓഫ് മെറ്റൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം.
ഈ കോംപ്ലക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ മെറ്റാലിക് അയോൺസിൻ്റെയും അതുപോലെ തന്നെ പോർഫിറിൻ ലിഗാൻഡ്സിൻ്റെയും കോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള മെറ്റാലോ പോർഫിറിൻസ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മൊത്തത്തിൽ പഠിക്കാൻ പാടാണെങ്കിലും കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ 3-4 സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് മറന്നു പോവാതെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ അത് നമുക്ക് സിമ്പിളായിരിക്കും. ഇനി പോർഫിറിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് പോർഫിറിൻസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് പോർഫിൻസ് ആണ്. പോർഫിൻസിൻ്റെ ഡെറിവേറ്റീവാണ് ഈ പോർഫിറിൻസ് എന്ന് പറയുന്നത്. ആ ഫിഗറൊക്കെ നോക്കി വെച്ച് പഠിക്കുക. ചിലപ്പോൾ ഫിഗർ വരയ്ക്കാൻ മാത്രം ചോദിക്കും. ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ പോർഫിൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് പോർഫിറിൻസ് എന്ന് പറയുന്നത്. ഇതിൽ 4 പൈറോൾ റിങ്സ് ഉണ്ട്. 4 പൈറോൾ റിങ്സ് ഉണ്ട്. ആ പൈറോൾ റിങ്ങിനെയാണ് ഒരു പടമായിട്ട് അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം 4 പൈറോൾ റിങ് ഉണ്ട്. ഇതിനെ CH ഗ്രൂപ്പ്സ് വഴി ലിങ്ക് ചെയ്താണ് കാണപ്പെടുന്നത്. ആ ഫിഗറിൽ അത് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. CH ഗ്രൂപ്പ് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള 4 പൈറോൾ റിങ്സ് ആണ് ഇതിലുള്ളത്. 4 പൈറോൾ റിങ്സ്. അപ്പോൾ പോർഫിറിൻ എന്ന് പറയുമ്പോൾ C20H14N4 ആണ്. അതൊരു വലിയ ഫിഗറായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലോട്ടായിട്ട് ഒരു പൈറോളിനെ കൺസിസ്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും 4 പൈറോൾ റിങ് ആണ്. ഓരോ റിങ് എടുത്ത് നോക്കുക, മൊത്തത്തിലുള്ള പടം എടുത്ത് നോക്കിയാൽ അറിയാം 4 പൈറോൾ റിങ് ഉണ്ട്. ഓരോന്നിനെയും CH ഗ്രൂപ്പ് വഴി ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പടം വരയ്ക്കാൻ നമുക്ക് ഈസിയാണ്. ഒരു പൈറോൾ റിങ് വരയ്ക്കാൻ പഠിച്ചു വയ്ക്കണം. ആ ഫിഗർ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4 എണ്ണം വരച്ചിട്ട് അതിനെ CH വഴി ലിങ്ക് ചെയ്താൽ മാത്രം മതി. ഇത്രയും സിമ്പിളാണ് അത് വരയ്ക്കാൻ. ഇനി പോർഫിറിൻ സ്ട്രക്ചറിൽ 12 സെൻട്രൽ മെമ്പേർഡ് റിങ് ഉണ്ട്. ഇതിൽ 12 കാർബൺ ആറ്റവും 4 നൈട്രജൻ ആറ്റവും കൺസിസ്റ്റ് ചെയ്താണ് ഒരു 4 പൈറോൾ റിങ് ഉണ്ടായിരിക്കുന്നത്. 4 പൈറോൾ റിങ്ങിൽ 12 കാർബൺ ആറ്റവും 4 നൈട്രജൻ ആറ്റവും ഉണ്ട്. മൊത്തത്തിൽ 16 മെമ്പേഴ്സ് നമ്മുടെ പോർഫിറിൻ സ്ട്രക്ചറിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് അടുത്ത ഫിഗർ എന്ന് പറയുന്നത്. 4 പൈറോൾ റിങ്സ് ഇൻ പോർഫിറിൻ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 1 2 3 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ മൊത്തത്തിൽ 16 മെമ്പേഴ്സ് ഉണ്ട്. 12 കാർബണും 4 നൈട്രജനും ഇത് ചേർന്നതാണ് 4 പൈറോൾ റിങ് എന്ന് പറയുന്നത്. അത്രയും മറക്കാതെ ഓർത്ത് വെച്ചേക്കുക. ഇനി ദ നാച്ചുറലി ഒക്കറിങ് പോർഫിറിൻസ് ആർ compounds obtained by the substitution of 8 hydrogen atom present in the 8 outer carbon atoms. അത് വേറെ ഒന്നും പറയുന്നില്ല. ഈ പോർഫിറിൻസ് നാച്ചുറലി ഒക്കറായിട്ടുള്ള പോർഫിറിൻസിൽ 8 ഹൈഡ്രജൻ ആറ്റം നമ്മുടെ കാർബൺ ആറ്റത്തിൻ്റെ 8 കാർബൺ ആറ്റത്തിൻ്റെ ഔട്ടറിൽ കാണപ്പെടുന്ന 8 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്താണ് ഈ പോർഫിറിൻസ് നാച്ചുറലി ഒക്കറായതെന്നാണ് പറയുന്നത്. അതായത് ഇത് എവിടെ നിന്നൊക്കെ കമ്പൈൻ ചെയ്യാം. C2H5 അതിൻ്റെ ഔട്ടറിലുള്ള ഹൈഡ്രജൻ, അതുപോലെ തന്നെ C6H5 എക്സെട്ര ഇത്തരത്തിലുള്ള 8 ഔട്ടർ കാർബൺ ആറ്റത്തിലുള്ള 8 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്താണ് ഇത്തരത്തിൽ നാച്ചുറലി പോർഫിറിൻസ് ഒക്കർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The hole in the center of the porphyrin ring can accommodate metal atom of first transition series. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ മെറ്റൽ ആറ്റത്തിനെ ഈ നമ്മുടെ പോർഫിറിൻ റിങ്ങിലുള്ള ആ ഒരു ഹോൾ, ആ സെൻട്രൽ പോർഷനിലുള്ള ആ ഹോളിനെ അക്കോമ്പനേറ്റ് ചെയ്യാൻ പറ്റും എന്നും പറയുന്നുണ്ട്. പോർഫിറിൻ ക്യാൻ കമ്പൈൻ വിത്ത് മെറ്റൽ ലൈക്ക് അയോൺ ലൈക്ക് അയൺ, മഗ്നീഷ്യം, സിങ്ക്, നിക്കൽ, കൊബാൾട്ട്, സിൽവർ എക്സെട്ര. ഇനി ഇത്തരത്തിൽ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ആരുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയോണുമായിട്ടും മഗ്നീഷ്യം, സിങ്ക്, നിക്കൽ, കൊബാൾട്ട്, കോപ്പർ, സിൽവർ ഇത്രയും എലമെൻറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. The most important metalloporphyrins are those containing iron and magnesium. അയണും മഗ്നീഷ്യവും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് മോസ്റ്റ് മെറ്റലോപോർഫിറിൻ റിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലും അയണും മഗ്നീഷ്യവുമാണ് കാണപ്പെടുന്നത്. The central metallic ion is bound to 4 nitrogen atom in the pyrrole rings. ഈ സെൻട്രൽ മെറ്റലിൽ വരുന്നത് ആരായാലും അവർ നമ്മുടെ നൈട്രജൻ പൈറോൾ റിങ്ങിലെ നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. 4 നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്.
2 by കോവാലൻ്റ് ബോണ്ട് ആൻഡ് 2 by കോർഡിനേറ്റ് ബോണ്ട്. ബോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ 4 നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. 2 പേരുമായിട്ടുള്ളത് കോവാലൻ്റ് ബോണ്ടും 2 പേരായിട്ടുള്ളത് കോർഡിനേറ്റ് ബോണ്ടുമാണ്. ഇനി അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അയൺ പോർഫ്രൈൻ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റലായിട്ടുള്ള അയണ് 4 നൈട്രജൻ ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ 2 കോർഡിനേറ്റ് ബോണ്ടും 2 കോവാലൻ്റ് ബോണ്ടും ആയിരിക്കും. അപ്പോൾ ഇനി നമ്മളതിൻ്റെ ഓർഡറാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പോർഫ്രൈനുമായിട്ട് +2 ഇതിൽ വരുന്ന മെറ്റൽ അയോൺസ്, അപ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ് ഓഫ് പോർഫ്രൈൻസ് വിത്ത് +2 മെറ്റൽ അയോൺസ് അത് ആരൊക്കെയാണെന്ന് നോക്കാം. Na2+, Cu2+, CO2+, Fe2+, Zn2+, ആ ക്രമത്തിലാണ് വരുന്നത്. Na2+ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിലിറ്റി ഉള്ളത്. ആ ഓർഡർ പഠിച്ചു വെച്ചേക്കണം. 1 മാർക്കിനൊക്കെ കയറി ആ ഓർഡർ ചോദിക്കുന്നതാണ്. ഇനി പോർഫ്രൈൻ റിങ്സ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഇറ്റ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ സെവറൽ ബയോളജിക്കൽ പ്രോസസ്സ്. അതായത് ഈ പോർഫ്രൈൻ റിങ്സ് നമ്മുടെ ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്സിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. The importance of porphyrin complexes in biological process is due to the following reaction. അതായത് എന്തൊക്കെ കൊണ്ടാണ് ഈ പോർഫ്രിൻ റിങ് ബയോളജിക്കൽ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം. കാരണം 2 മാർക്കിന് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് കാരണം എന്തുകൊണ്ടാണ് ഇത് ബയോളജിക്കൽ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് റീസൺ ആണ് they are biologically accessible compounds whose function can be varied by changing metal, its oxidation state or the nature of the organic substitutions on porphyrin structure. അതായത് അപ്പോൾ ഇത് ബയോളജിക്കലി ആക്സസ് ആവാൻ കാരണം എന്ന് പറയുമ്പോൾ ഇതിന് ഈ കോമ്പൗണ്ട്സിനെന്ന് പറയുമ്പോൾ വേരിയഡ് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. മെറ്റലിനെ ചേഞ്ച് ചെയ്യുന്നത് വഴി ഒരുപാട് വേറെ ഫങ്ഷൻസ് ഇതിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ വേരിയിലാണ് നേച്ചർ ഓഫ് ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ദ പോർഫ്രൈൻ സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വേരി മെറ്റലുമായിട്ട് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇതിൽ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ആരൊക്കെ വരാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മെറ്റൽസ് ലൈക്ക് അയോൺ, മഗ്നീഷ്യം, സിങ്ക്, നിക്കൽ, കൊബാൾട്ട്, കോപ്പർ, സിൽവർ. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് ഇങ്ങനെ ഓരോ കോംപ്ലക്സ് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നത്. അതുമൂലം ഇതിനെ വേറൊരു കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം മെറ്റൽ അയോൺസ് മാറ്റി വേറൊരു കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ബയോളജിക്കലി മോർ അക്സസിബിൾ ആയിട്ടായിരിക്കുമെന്നാണ് പറയുന്നത്. Next reason, it is a general principle that evolution trends to proceed by modifying structures and functions that are already present in organism rather than producing new ones. അതായത് ഒരു പുതിയൊരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും ആൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്ന ഒരു എവല്യൂഷണറി ട്രെൻഡിൻ്റെ ബേസിലും ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ ജനറൽ പ്രിൻസിപ്പിളാണ് പറയുന്നത്. അതായത് എവല്യൂഷണറി ട്രെൻഡ് വഴി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എവല്യൂഷണറി ട്രെൻഡ് അറിയാമല്ലോ, പുരാതനം തൊട്ടേ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഓർഗാനിസം പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പുതിയൊരു ഓർഗാനിസത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് ന്യൂ വൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും ഉള്ള ഒരെണ്ണത്തിന് അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മെറ്റലോപോർഫിറിൻസ് മെഡിക്കൽ ബയോളജിക്കൽ ആസ്പെക്ട്സിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 റീസൺ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് നിങ്ങളുടെ സെൻറ്റൻസ് എഴുതാതെ ആ ടെക്സ്റ്റിലെ സെൻറ്റൻസ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക. 2 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ റിങ്ങിൻ്റെ സ്ട്രക്ചർ, സെൻട്രൽ മെറ്റൽ ആറ്റംസ് ആയിട്ട് വരുന്ന അയോൺസ് ഏതൊക്കെയാണ്, ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് ആ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി Na2+ ഗ്രേറ്റർ ദാൻ Cu2+ ഗ്രേറ്റർ ദാൻ CO2+ ഗ്രേറ്റർ ദാൻ Fe2+ ഗ്രേറ്റർ ദാൻ Zn2+, ആ ഒരു ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മെറ്റലോപോർഫിറിൻസിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.